അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്റ്റേജിലും സാസിലുമുള്ള പണ്ഡിതവരേണ്യരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ കലാഫെസ്റ്റിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു പ്രോഗ്രാം മനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യരായ അബൂ ഖുർസാനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വേറൊരു വേദിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കിപ്പോൾ മോഹൻലായിട്ടല്ല, നമ്മുടെ പ്രവർത്തകരെൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞത് കുറേ പ്രോഗ്രാം നടക്കാനുണ്ട്, 3/4 മണിക്കൂർ എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അരമണിക്കൂറായാലും സന്തോഷമാണ്. നിങ്ങൾ 10 മിനിറ്റ് വിഷയം അവതരിപ്പിക്കാൻ തന്നാൽ 9 മിനിറ്റിൽ നിർത്തിപ്പോകും ഞാൻ. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ആ വിഷയം സംശയം തീർക്കലും ചോദ്യോത്തരമൊക്കെ പാടാകുമ്പോൾ 3/4 മണിക്കൂറിലേറെ പോയ സംഘാടകർ കോളർ പിടിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അബൂ ഖുർസാനെ കുറിച്ച് ചിലത് എനിക്ക് പറയാനുണ്ട്. അത് അദ്ദേഹത്തെ ഇരുത്താതെ പറയലായിരിക്കും സന്തോഷം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകി ഈ സമൂഹത്തെ സഹായിക്കുമാറാവട്ടെ. ആമീൻ. യുക്തിവാദം എന്തുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ ഇപ്പം ഇങ്ങനെ ചർച്ചയായി എന്നുള്ളതൊരു ആശങ്കയാണല്ലേ അല്ലേ? പണ്ടൊക്കെ ഞാൻ യുക്തിവാദികളുടെ പുസ്തകം വായിക്കുമ്പോൾ ചെമ്മാട്ടെന്നൊക്കെ എൻ്റെ കൂട്ടുകാർ വല്ലാതെ നെഗറ്റീവ് അടിക്കുമായിരുന്നു പുതിയ ഭാഷയിൽ. ആകെ ഒരു കലാനാഥൻ മാഷും ഇടമറുകും പിന്നെ ഒരു പവനനും ഉണ്ട്. കേരളത്തിലെ ആകെ യുക്തിവാദികൾ മൊത്തം പരിശോധിച്ചാൽ പല സംസ്ഥാന സമ്മേളനമൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് ഒരു 10 മിനിറ്റ് അവർ ഓഫീസ് സെക്രട്ടറിക്ക് വിളിച്ചു പറയാനുള്ള ആളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തിനാണ് സമയം കളഞ്ഞ് ഇവരുടെ ഈ പുസ്തകമൊക്കെ വായിക്കണമെന്ന് എന്നോട് സ്നേഹബുദ്ധിയ അങ്ങനെ പഠിക്കുന്ന ആളത്തെ എനിക്ക് നിർദ്ദേശം തന്നിരുന്നത് അബൂ ഖുർസാദായിരുന്നു. പിന്നെ വേറെ ചില ആളുകൾ അബൂ ഖുർസാദ് ഇങ്ങനെ മഅദിനിക്ക് പോയി. അദ്ദേഹം അന്ന് തന്നെ ഭയങ്കര സൂഫിയാണ്, പറയാതെ വയ്യ. ഞാൻ അന്നും ഈ വെട്ടലും മുറിക്കലുമാണ്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ പൊന്മുളസ്ഥാൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അന്ന് ഭയങ്കര പഠിക്കുമ്പോഴെന്നെ എല്ലാ സ്ഥലത്തിനും വരുമായിരുന്നു അബൂ ഖുർസാദ്. അടുത്ത സുഹൃത്തുക്കളായിട്ട് ഞാൻ ഒരു വട്ടം കൂടി വന്നിട്ടില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. അപ്പോൾ കുറേ ആളുകൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, എന്തിനാണിപ്പോൾ ഇതൊക്കെ വായിക്കുന്നത്. സത്യത്തിൽ ഇന്ന് പുതിയ തലമുറ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് യുക്തിവാദമാണ്. ഒരാശങ്കയും നമുക്കതിലില്ല എന്നും നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? യുക്തിവാദിയല്ല, അതിലപ്പുറം ഇതൊരു പുതിയ സംഭവമൊന്നുമല്ലല്ലോ. സൂറത്തുൽ ജാസിയൻ്റെ 24-ാമത്തെ ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യുക്തിവാദികൾക്ക് മറുപടി പറയണം, അവരുടെ വാദം ഉദ്ധരിക്കുകയാണ് അല്ലേ? ഒമാ യുഹ്ലിക്കുന ഇല്ല ദഹർ. അതിലൊരു പോയിന്റ് മാത്രം ഞാൻ പറയാം, കുറേ ഉണ്ട്. അത് വിശദീകരിച്ചാൽ പിന്നെ നമ്മുടെ ക്ലാസ് മുഴുവൻ അതിലേക്ക് മാറ്റേണ്ടി വരും. കുറേ കാലം കഴിയുമ്പോൾ ഏത് വസ്തുവും അതിൻ്റെ ആ ഒരു എക്സ്പയർ ഡേറ്റ് ആകുന്ന സമയത്ത് അണ്ട് മരിച്ചു പോകും. അതിനപ്പുറം ദൈവം, മലക്ക്, റൂഹ് പിടിക്കൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നാണ്. നമ്മുടെ ഭാരതീയ ഈ ഫിലോസഫിയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഒക്കെ 5000 മുന്നേ സജീവമായ ഇവിടെ യുക്തിവാദമുണ്ട്. യേശുവിൻ്റെ ഒക്കെ 5000 മുന്നേ ചാർവാക ദർശനം, ലോകൈക ദർശനം എന്നൊക്കെ പറയണത് അതാണ് സംഭവം. കെ.പി. ഉണിത്തിരിക്കൊരു പുസ്തകം തന്നെ ഉണ്ട്, ഭാരതീയ നാസ്തിക ദർശനങ്ങളെന്നും പറഞ്ഞിട്ട്. അയാളതിൽ ബുദ്ധമതത്തെയും ജൈനമതത്തെയും ഒക്കെ നാസ്തിക ദർശനമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ബിസിനസ്സുകാരായി അവരവിടെ ഇതാക്കി എന്നും പറഞ്ഞുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സ്വകാര്യ സ്വത്ത് തീരെ പാടില്ലാതെ വരുമ്പോഴേ മാർക്കിസം ഒറിജിനലായി മാറുള്ളൂ. അതുകൊണ്ട് അത് തകരാനും കാരണം ഗോർബച്ചേവിൻ്റെ പെരിസ്ട്രോയിക്കൊക്കെ വായിച്ചിട്ടുണ്ടാവും ചില ആളുകൾ. അവർക്ക് ഞാൻ പറയണത് ഒരു ആവർത്തനമായി തോന്നും ചിലപ്പോൾ. മാർക്കിസം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുമാണ്. എന്തുകൊണ്ട്? ഒരു മെഡിക്കൽ കോളേജിലൊക്കെ സൂപ്രണ്ടാവണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര പഠിക്കണം, എത്ര ദിവസം ഉറക്കൊഴിക്കണം? നേരം വെച്ചാൽ അവിടെ അടിച്ചു വരുന്ന നീലക്കുപ്പായിട്ട് താത്താവണമെന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് തോറ്റാൽ മാത്രം മതി. 2 പേർക്കും ആവശ്യമായ അരി,
പയറ്, വർഷത്തിൽ 2 പ്രാവശ്യം ഡ്രസ്സ്, താമസിക്കാനുള്ള ഒരു ചെറിയ വീട് ഗവൺമെൻറ് നൽകും എന്നുള്ളതാണ്. സ്വകാര്യമായി ഒരാൾക്കും സ്വത്തുണ്ടാകാൻ പാടില്ല. പിന്നെ ആരാ സൂപ്രണ്ടാവാൻ അത്ര കഷ്ടപ്പെട്ട് പഠിക്കുക? അതുകൊണ്ടാണ് ഇസ്ലാം സമ്പത്തിനെ നിരോധിക്കുകയല്ല പ്രോത്സാഹിപ്പിച്ചത്. അതുകൂടി പറയണല്ലോ. യേശുക്രിസ്തു പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, സമ്പന്നൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കലാണ്. സമ്പന്നന് സ്വർഗത്ത് കയറാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് 10 പേരെ എണ്ണിയപ്പോൾ ഏകദേശം 40% വമ്പിച്ച പണക്കാരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. 1,00,000 ഊഖിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഒരു കാലത്തെ സമ്പത്ത്. 1,00,000 ഊഖിയ. ഒരു ഊഖിയ എന്ന് പറഞ്ഞാൽ 12 പവനൊക്കെ വരും. 12 പവൻ. അപ്പോൾ 1,00,000 × 12 പവൻ. ഇന്നത്തെ കേരളത്തിലുള്ള മൊത്തം ജ്വല്ലറിയിലത്തത് ഒരുമിച്ച് കൂട്ടിയാലും സിദ്ദീഖ് തങ്ങളുടെ സ്വർണം വെച്ച തട്ട് നിലത്ത് അടക്കും, ഒന്നും അനങ്ങൂല. അപ്പോൾ ഇസ്ലാം ലോകത്താകെ വ്യാപിച്ചാലുള്ള പ്രശ്നം ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് പിടുത്തം വിടും എന്നുള്ളതാണ്. കാരണം അവർ പരീക്ഷയിലാണ് അവരുടെ സമ്പത്ത് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഇസ്ലാം പലിശനെ ഏത് രീതിയിൽ കാണുന്നു? കഠിനമായി ഹറാമാണ്, അല്ലേ? അവരുടെ സെക്സ് ടൂറിസം, അവരുടെ പോണ ബിസിനസ്, പൂഴ്ത്തിവെപ്പുകൾ, ഇങ്ങനെ തുടങ്ങി കുറേ സംഗതികൾ. ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ല ട്രാൻസ്ജെൻഡറിൻ്റെ ഒക്കെ സംഭവങ്ങൾ, LGBTQIA+ ആക്ടിവിസം അല്ലെങ്കിൽ പൊളിറ്റിക്സ്. എന്താണ് അതും ഇസ്ലാമും തമ്മിലുള്ള പ്രശ്നം? ഒരു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഏതോ പ്രലോഭനത്തിൽ കുടുങ്ങി വെട്ടിമുറിച്ച് നിത്യരോഗിയാവരുതെന്ന് ഇസ്ലാം പറയും. അപ്പോൾ ഇസ്ലാമിൻ്റെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് കാണാതാവും. കാരണം ഒരു മനുഷ്യനെങ്ങാനും ആണ് പെണ്ണാവാനോ ശ്രമിച്ചാൽ ചുരുങ്ങിയത് 9 സർജറി നടത്തണം. 9 സർജറിക്ക് വേണ്ട മെഡിസിൻസ്, ആശുപത്രിവാസം, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ മുന്നേ 2 വർഷം മുന്നേ തുടങ്ങേണ്ട ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, അതിനുള്ള ടെസ്റ്റുകൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരു വലിയ കൂന ഡോളറിൻ്റെ കിലുക്കാണ് അതിൻ്റെ ചുവട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇസ്ലാം ട്രാൻസ്ജെൻഡറിനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള ഭൂരിപക്ഷം മതം ഇസ്ലാമായി മാറുകയും ചെയ്താൽ, ഇസ്ലാം കള്ളിനെ സമ്മതിക്കൂലെങ്കിൽ, ഇസ്ലാം തോന്നിവാസങ്ങളൊന്നും സമ്മതിക്കൂലെങ്കിൽ, ഇസ്ലാമിനെ ഇല്ലാതാക്കലാണ് പ്രധാനമായി അവർ ലക്ഷ്യം വെക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതിനു വേണ്ടിയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടിച്ചത് പോലും. 2001 ഞാനും നിങ്ങളുടെ സഖാവിസ്താദൊക്കെ അബൂക്രിസ്താദൊക്കെ മർക്കസ് ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കാലം, 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടിച്ചത് എന്തിനായിരുന്നു? അത് ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കണം. എന്നിട്ട് ഇസ്ലാം സമം ടെററിസം എന്നൊരു ക്ലീശയെ രൂപപ്പെടുത്തണം. അതിലവർ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ യൂറോപ്പിലൊന്നും ജനങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരിപ്പോഴും ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇസ്ലാം എല്ലായിടത്തും എതിർക്കപ്പെടുന്നത്? എല്ലാവരും വളഞ്ഞിട്ട് ഈ മതത്തെ ആക്രമിക്കുന്നത് എന്തിനാണ്? 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇസ്ലാം അതിൻ്റെ മൗലികതയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് വളർന്നു വരുന്നു. ഏറ്റവും കൂടുതലായി വളർന്നു വന്ന് ഇസ്ലാമിൻ്റെ വ്യാപന ലോകത്താകെ സജീവമായി സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരം കുത്തകകൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. വേഗം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും നിക്കാബ് ധരിക്കൽ തുടങ്ങി സങ്കല്പിച്ചോളൂ. അതോടുകൂടെ ഫെയർ ലവ്ലി ഇങ്ങോട്ട് ഇറക്കുമതി നിർന്നു പോകും, അല്ലേ? ഇപ്പോൾ കേരളത്തിലൊരു പെൺകുട്ടി പുറത്തിറങ്ങണമെങ്കിൽ ഒരു 5-6 ടൈപ്പ് സാധനം പൂശി ഒരതി വേറൊരു കോലാക്കിയിട്ട് ഇറങ്ങുള്ളൂ. ആദ്യം പൊട്ടിയിടണം, നമ്മൾ ചുമരിനൊക്കെ ഇടണ മാതിരി. പിന്നെ അത് ഒഴുകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിക്കണം. പിന്നെ അതിൻ്റെ തിളക്കം മിനുസൊക്കെ കിട്ടാൻ വേറെ സാധനം അതിൻ്റെ മേലെ കൂടി പേസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെയൊക്കെ ഒരു കളറും ഇവിടെയൊക്കെ കറുപ്പ്, പിന്നെ ചുണ്ടും എന്തായാലും വേറെ എന്തെങ്കിലും ഒരു കളറൊക്കെ അടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഈറടിച്ച പോലെ ആയി പോകണം. അങ്ങനെ ഈറടിച്ചിട്ടില്ല സത്യം, കുറച്ചും കൂടെ ഉള്ളിലേക്ക് നനഞ്ഞുണ്ടെങ്കിൽ അവിടെ കളറ് ചേഞ്ച് ആവും. അതുകൊണ്ടാണ്. പിന്നെ അതിനെ എങ്ങനെയാണ് അവർ പരിഹരിക്കുന്നത്? കളർ ചേഞ്ച് ആവണതൊക്കെ ബാഗ് കൊണ്ടെടുക്കുന്ന സാധനം ചേഞ്ച് ആവണത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തേക്കന്നെ അടിക്കന്നെ. ഒരു പെൺകുട്ടി നേരാവണ്ണം ഇസ്ലാമിൻ്റെ പാതയിലേക്ക് വന്നോൾ ഈ പറഞ്ഞ 6 സാധനം ഒഴിവാക്കി. അപ്പോൾ കുത്തക മുതലാളിമാർക്ക് എത്ര നഷ്ടം വരും?
ഒരു കുട്ടി ഒഴിവാക്കിയത് കൊണ്ട് എന്ത് എന്നൊക്കെ ഉണ്ടാവും ഒരു ചോദ്യം അല്ലേ നിങ്ങൾക്ക്? വേഗം മനസ്സിലാകാനൊരു ഉദാഹരണം പറയാം. ഞാൻ വന്ന ടയോട്ടയുടെ എത്തിയോസ് കാർ ഡ്രൈവ് ചെയ്യണീൻ്റെ മേലെ പിടിക്കാനുള്ള ഹാൻഡിലില്ല അതിൽ. നമ്മളെന്ത് മനസ്സിലാക്കണം? ഡ്രൈവർ അയിമൊക്കെ പിടിച്ച് ഇങ്ങനെ ലാവിഷായി വിട്ട് വല്ല പരിക്കൊന്നും പറ്റണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ? എന്നാൽ പിന്നെ വലിയതിനും കൊടുക്കായിരുന്നു ഇവിടെ. ബെൻസിലിടിച്ചാൽ പരിക്ക് പറ്റൂലേ? നമ്മുടെ ഈ ടാറ്റൻ്റെ മൂന്നാമനായിരുന്ന ചങ്ങാതി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബെൻസ് ഇടിച്ചിട്ടാണല്ലോ മരിച്ചത്. അദ്ദേഹം ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അവനെന്തിനാ വലുതിൽ വെക്കണ്? ആ സാധനത്തിന് 500 രൂപ ചിലവുണ്ട് സങ്കല്പിക്കൂ, ചുരുങ്ങിയ രീതിയിൽ. എത്ര രൂപ? ടയോട്ട 1 ലക്ഷം വ്യത്യാസം ഇറക്കുകയാണെങ്കിൽ 500 × 1 ലക്ഷം എത്രയായി? എവിടെയെങ്കിലും ഒഴിഞ്ഞിരുന്ന് കൂട്ടിയാൽ മതി. 500 × 1 ലക്ഷം. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഫ്രാൻസ് കാരണം എന്താ? ലിബറലിസം കണ്ടുപിടിച്ച നാടാണ്. ഫ്രാൻസ് പറഞ്ഞേതാ? ലിബറലിസം കണ്ടുപിടിച്ച നാടാണ്. 1789 ജൂൺ 5 മുതൽ 1799 മെയ് 9 വരെയാണ് 10 വർഷമാണ് അവിടെ എന്ത് നടന്നത്? സ്കൂളിൽ പോയിട്ടില്ലേ? ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനുബന്ധമായാണ് ലിബറലിസം രൂപപ്പെടുന്നത്. ആ ഫ്രാൻസിൽ ഇടക്കിടക്കുണ്ടാകുന്ന സമരമാണ് നിഖാബിനെതിരെയുള്ള സമരം. ഇതെന്തുകൊണ്ടാണ് മനസ്സിലായോ? അവിടുത്തെ പെൺകുട്ടികൾ നിഖാബിലേക്ക് മാറിക്കഴിഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന കുത്തകകളാകുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് വലിയ നഷ്ടം വരും. അപ്പോൾ അതിനെതിരെ അവർ സമരം ചെയ്യണം. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നടന്ന LGBT കുറേ സമരങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് ഇതുപോലെയുള്ള വലിയ കമ്പനികളായിരുന്നു. ചില കമ്പനികൾ എന്തിനാണ് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് പോലുമില്ല. എത്ര ചിന്തിച്ചിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ IPC 377 ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ വമ്പിച്ച സമരം നടത്തി LGBT. അത് സ്പോൺസർ ചെയ്ത നിസാൻ കമ്പനിയായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിസാനും അവരും തമ്മിലുള്ള ബന്ധം നേരെമറിച്ച് നിസാനിന് എന്തെങ്കിലും ഒരു മരുന്ന് നിർമ്മാണശാല ഉണ്ടോയെന്നെങ്കിൽ ഓക്കെ. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വഹിക്കുന്നത് ഗേകളാണ്. ഗേ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആണും തമ്മിലുള്ള ഈ സെക്സ് നടത്തുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സുകാരവരാണ്. ഇപ്പോൾ പുതിയൊരു രോഗം നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, മങ്കി പോക്സ്, കുരങ്ങ് വസൂരി. കഴിഞ്ഞ വർഷം കുരങ്ങ് വസൂരി ബാധിച്ച 16 രാഷ്ട്രങ്ങളുടെ കണക്ക് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 98% ഗേകളാണ്, അല്ലെങ്കിൽ ബൈസെക്ഷലാണ്. ബൈസെക്ഷൽ അറിയില്ലേ? LGB, ആണിനെയും പെണ്ണിനെയും സെക്സിന് ഉപയോഗിക്കപ്പെടുത്തുന്ന പാരാന്നഭോജികൾ. ഇതാണ് ബൈസെക്ഷൻ. ഇവരാണ് ഏറ്റവും കൂടുതൽ കുരങ്ങ് വസൂരിക്കാർ. ഈ എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറ്റാക്കൊക്കെ വന്നാൽ എന്താ? ഈ നിമിഷത്തിൽ അറ്റാക്ക് വന്ന് നടക്കണ്, കഴിഞ്ഞ പരിപാടി അല്ലേ? ഓട്ടോറിക്ഷ ഓടിച്ച് വന്ന് ചില്ലറൊക്കെ എടുത്ത് വെച്ച് അടുത്ത ട്രിപ്പിന് വേറെ ഒരാൾ കസ്റ്റമർ വന്ന് വിളിക്കണ സമയത്ത് മൂപ്പരോട് വീണ് കൊടുക്കും, കഴിഞ്ഞുണ്ടാകും പരിപാടി. ഇതാണ് അറ്റാക്ക്. ക്യാൻസറൊക്കെ ഒരു 5ാം സ്റ്റേജിലൊക്കെ എത്തിയ ഡോക്ടർ കുറിച്ച് കൊടുക്കും, ഇനി 3.5 മാസം തീർന്നു. എയ്ഡ്സ് ആണെങ്കിലോ 10 വർഷം ഇഞ്ചിഞ്ചായി മരിക്കും. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു സാധ്യത നോക്കുങ്ങൾ. 10 വർഷം ഇയാളെ ചികിത്സിക്കുക, 10 വർഷം ഇയാൾക്ക് മരുന്ന് കൊടുക്കുക, 10 വർഷം ഇയാളെ അഡ്മിറ്റ് ആക്കുക. പിന്നെ ഗുദാർബുദം ഏറ്റവും കൂടുതൽ ഗേകളിൽ ഉണ്ടാകുന്നു. എയ്ഡ്സിന് പുറമെ അമേരിക്കയിലൊക്കെ കണക്കുണ്ട്. അമേരിക്കയിലെ 70% എയ്ഡ്സ് രോഗികൾ ഗേകളാണ്. ബാക്കി 30 സംശയം ഉണ്ടാവുമല്ലേ? അമേരിക്കയിൽ 2% ആളുകൾ മാത്രമാണ് ഗേ ആണെന്ന് അംഗീകരിച്ച് ആ നിലക്ക് മുന്നോട്ട് വന്നവരുള്ളൂ. ഗേ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തവർ 2% മാത്രം. ഇനി ഒന്ന് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യൂ. അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ 70%-ലേറെ 2% ജനങ്ങളിൽ നിന്ന് വരുന്നു. അപ്പോൾ എത്ര മാരകായി? പിന്നുള്ളൊരു 30% ഈ 98%-ൽ ഐഡൻറ്റിഫൈ ചെയ്യാതെ ജീവിക്കുന്ന കുറേ ഗേകളുണ്ട്, അവരിൽ നിന്ന് വരുന്നു. അപ്പം എന്താ സംഭവം? ഇതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോന്നും. ട്രാൻസ്ജെൻഡറിൻ്റെ കഥ ഞാൻ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. എത്ര നിസ്സാരമായ കുറേ കമ്പനി പോലും ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ മെൻസസ് പാഡ് ഉണ്ടാക്കുന്ന കമ്പനികൾ. മെൻസസ് പാഡ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും അല്ലേ? മെൻസസ് വരുന്ന സമയത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്നൊരു സാധനം. അങ്ങനെയാണ് അവർക്ക് കോളേജിൽ പോകാനൊക്കെ പറ്റുന്നത്. ഇത് 8 മണിക്കൂറുള്ള ലീക്കേജ് ക്യാച്ച് ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലേ? 8 മണിക്കൂറുള്ള ലീക്ക് ഇത് ക്യാച്ച് ചെയ്യും.
ചില ട്രാൻസ്ജെൻഡർമാരൊക്കെ ആത്മഹത്യ ചെയ്യാൻ കാരണം എഴുതി വെച്ചത് എന്താ? ഡെയിലി 18 മെൻസസ് പാഡ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട്, ട്രാൻസ് വുമൺ ഉണ്ട്, അനന്യകുമാരി അലക്സ്. അവർ ആത്മഹത്യ ചെയ്യാൻ കാരണം പറഞ്ഞത് ഡെയിലി 18 മെൻസസ് പാഡ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ്. അവരെത്ര ഉപയോഗിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പാവം തോന്നുക, 8 മണിക്കൂർ ലീക്കേജ് ക്യാച്ച് ചെയ്യുന്ന ഈ സാധനം 18 ഉപയോഗിക്കേണ്ടി വന്നാൽ എത്ര മാരകമായ രീതിയിലാണ് അവർക്ക് ബ്ലീഡിങ് ഉണ്ടായത്. നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു, ആരോ പറഞ്ഞു കയറ്റി, ഏതോ ക്യാപിറ്റലിസം അവരെ പറഞ്ഞു കയറ്റി, മലപ്പുറം ഭാഷ പറഞ്ഞ പുളിമ കയറ്റി. അപ്പോൾ ഞാൻ പെണ്ണാന്നിങ്ങനെ തോന്നി. ശരിയല്ലേ. അപ്പോൾ ഓരോരുത്തർ എന്താ നടക്കുമ്പോൾ തന്നെ അറിയാം, എനിക്ക് മുമ്പേ തോന്നിയത് അതെന്നൊക്കെ പറഞ്ഞു കയറ്റി. എതിർത്ത് ആർക്കും ഒരക്ഷരം പറയാൻ പാടില്ല. യൂറോപ്പിലൊക്കെ ഇപ്പോഴേ കേസാണ്. അത് കേസാവണം എന്ന് പറയുന്ന തർക്കം നമ്മുടെ ചെന്നൈയിലെ കോടതിയിൽ നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിലെ ഹൈക്കോടതിയിൽ. എന്ത്, ഒരാൾക്ക് ആണാൻ തോന്നുകയാണ്, ഒരു പെണ്ണിന് ആണാൻ തോന്നുക. ആ സാധനത്തിനാണ് ട്രാൻസ് മാൻ എന്ന് പറയാം. ഒരാണിന് പെണ്ണാൻ തോന്നുന്നു, അതാണ് ട്രാൻസ് വുമൺ. അങ്ങനെ തോന്നുന്ന സമയത്ത് വെറുതെ തോന്നുമായിരിക്കും എനിക്ക്, ഈ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവാം, നമുക്ക് എന്തെങ്കിലും ചെയ്ത് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അത് കേസായി മാറും. അമേരിക്കയിലൊരു വാപ്പ 5 വർഷത്തെ തടവിന് ശിക്ഷിച്ചിട്ട് അയാളിപ്പോൾ 3-ാം കൊല്ലമായി. എന്താ സംഭവം? 13 വയസ്സുള്ള മോൾക്ക് തോന്നിയാണെന്ന് അയാൾ ഒത്രേ പറഞ്ഞുള്ളൂ. ഒരു 18 വയസ്സായിട്ട് പക്വതൊക്കെ ആയിട്ട് ആലോചിച്ചാൽ പോരെ. അതുകൊണ്ട് അയാൾ അറസ്റ്റിലായി. അതുകൊണ്ടാണ് ഫാദർലെസ് അമേരിക്ക പുസ്തകം വരേണ്ടി വരുന്നത്. 2,70,00,000 ചില്ലാനം ജാരസന്താനങ്ങളുണ്ട് അമേരിക്കയിൽ. ഇതെങ്ങനെ ഉണ്ടായി? ലിവിങ് ടുഗദർ വഴി ഉണ്ടായി. ഇഷ്ടമുള്ളവനോടൊപ്പം ഇഷ്ടമുള്ള കാലം താമസിക്കുക. നമ്മളൊക്കെ KSRTCയിലൊക്കെ പോരില്ലേ, അതിൽ എത്ര ആൾ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ കണ്ടക്ടർക്കോ ഡ്രൈവർക്കൊക്കെ അറിയോ? ആരൊക്കെ ബാഗ് മറന്നിട്ടുണ്ടെന്നറിയോ? ഇല്ല. അപ്പോൾ കുറേ കുട്ടികളുണ്ടാവും. ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് നടത്തുന്ന പെടാപാടുകളെക്കുറിച്ചാണ് ഫാദർലെസ് അമേരിക്ക ചർച്ച ചെയ്യുന്നത്. ഗവൺമെൻറ്റുകൾക്ക് വേറെ കുറേ സംഗതികളുണ്ട്, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റാണ് സാൻ ഫ്രാൻസിസ്കോ. ആ സ്റ്റേറ്റിൻ്റെ പേരെന്താണെന്ന് അറിയാം നിങ്ങൾ? ക്യാപിറ്റൽ ഓഫ് ഗേസ്, ഗേകളുടെ തലസ്ഥാനം എന്നാണ്. അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത് എന്തിനാണ്? മാലിന്യം കോരാനാണ്. എങ്ങനെ മാലിന്യം? ഗേകളാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗുദാർബുദം, ഇത് അലുബാറ എന്ന് പറയുന്ന ആ സാധനത്തിൽ ക്യാൻസർ പിടിക്കലാണ്. അതുപോലുള്ള വേറൊരു സംഭവമാണ് ആ സാധനത്തിൻ്റെ നൈസർഗികത നശിച്ചിട്ട് അതങ്ങോട്ട് ദ്രവിച്ചു പോവുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അള്ളാൻ്റെ വല്ലാത്തൊരു ശക്തി പ്രകടനമാണ് ആ സംഭവം. മേലെയാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്, നേരെ അടിക്ക് കുഴലാണ്. ആരും വിസർജനം കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ ഒന്നും ഇടാറില്ല, പക്ഷെ ഇത്തിരി പോലും ലീക്കേജ് വരൂല അതിന്. അത് അങ്ങനത്തെ ഒരു സംവിധാനമാണ്. വീട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ ആ സിങ്കിൽ നിന്ന് വേസ്റ്റ് പോണ പൈപ്പിന് ചെറിയൊരു ശുശിരട്ടോ കൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ കാണാൻ അങ്ങനെ നൊര പൊന്തി നിൽക്കണ്. ഇത് മേലെ ടാങ്കാണ്, അടിയിക്കാണ് പൈപ്പ്, എന്നിട്ടും ലീക്കില്ല. അത് അങ്ങനത്തെ ഒരു സംവിധാനമാണ്. പക്ഷേ ഗേകളാകുമ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ വിടും. അപ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരിക്കും. ഡയപ്പർ കെട്ടിയ പുറത്തിറങ്ങുള്ളൂ അവിടെയുള്ള നല്ല വിഭാഗം മനുഷ്യന്മാർ. ഇത് നിറയും പോലെ എവിടെയെങ്കിലും ഊരിയിടും. കെട്ടാൻ മറന്ന ആളുകൾക്ക് അതില്ലാതെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ അമേരിക്കൻ സ്റ്റേറ്റിൽ പ്രാദേശിക ഭരണകൂടം കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇത് ആർക്ക് ആവശ്യം? മനുഷ്യന്മാരിങ്ങനെ നശിക്കൽ ആരുടെ ആവശ്യം? ഇതാണ് ഞാൻ പറഞ്ഞത്. കുത്തക കമ്പനികൾ, ഇപ്പോൾ ഡയപ്പർ കമ്പനി, മെൻസസ് പാഡിൻ്റെ കമ്പനി, ഓപ്പറേഷൻ സംഗതികൾ ഉണ്ടാക്കുന്ന കമ്പനി, മാരകമായ സർജറി, അതിന് കുറേ അനുബന്ധ ചികിത്സകൾ വേണ്ടി വരും, അത് ഗുളിക ഉണ്ടാക്കുന്ന കമ്പനി, ഹോർമോൺ നിർമ്മിക്കുന്ന കമ്പനി, ഇവരെല്ലാവരും കൂടി ചേർന്നൊരു കോർഡിനേഷനാണ് ഈ LGBTIQA+. ആണത് നിൽക്കൂല കേട്ടോ. ഈ ക്രിക്കറ്റ് കളിൻ്റെ ഒക്കെ റിപ്പോർട്ട് വായിക്കുമ്പോൾ കണ്ടിട്ടില്ലോ, സ്റ്റാർ ഇട്ടിക്കണ് 370 സ്റ്റാർ. നോട്ട് ഔട്ട് എന്നാണ്, അടുത്ത ഇന്നിങ്സിൽ മൂപ്പർ ഇനി ഇറങ്ങും എന്നുള്ളതാണ്. മൂപ്പരല്ലാത്ത പോലൊക്കെ ഔട്ടായിട്ട് മറ്റോലെ കളി പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ഇനി ഇറങ്ങാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്ലസ് ഇട്ട് വെച്ചതേ അതിൽ ഇനിയും പലതും ചേരുന്നതാണ്. ഈ അടുത്ത് വരും ഒരു നെക്രോഫീലിയ, ശവരതി. അത് കഴിഞ്ഞ ഉടനെ വരും ഒരു പീഡോഫീലിയ.
ചെറിയ കുട്ടിനെ സെക്സിന് ഉപയോഗിക്കുന്ന വികൃത രീതി, ഈ തോന്നിയാസങ്ങളൊന്നും ഇസ്ലാം അനുവദിക്കൂല. സ്വാഭാവികമായും ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇസ്ലാമിനെ പറ്റൂല. അപ്പം രണ്ട് പരിപാടി അവർ ചെയ്യും. ഒന്ന്, ഇസ്ലാമിലേക്ക് ആൾ വന്ന് ഇസ്ലാം വർദ്ധിക്കുന്നതിനെ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അതാണ് ഇസ്ലാം ഈക്വൽ ടു ടെററിസം എന്ന ക്ലീശ നിർമ്മാണം. ഇസ്ലാമിൽ ഏത് സംഗതി കണ്ടാലും പേടി. ഇസ്ലാമോഫോബിയ അതിൻ്റെ അനുബന്ധമാണ്. ശരിക്ക് ഈ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയായിരുന്നു അഹമ്മദ്. അമേരിക്കയിലെ 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്നൊരു കുട്ടി. അവൻ്റെ ഉള്ള ബുദ്ധിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ക്ലോക്ക് നിർമ്മിച്ചു. ആ ക്ലോക്കുമായി അവൻ സ്കൂളിൽ പോയി. എന്തിനാ? ടീച്ചർക്കും കുട്ടികൾക്കും ഒക്കെ കാണിച്ചു കൊടുക്കാൻ. അവൻ്റെ ബാഗിൽ നിന്ന് ടിക് ടിക് ടിക്ക് അടിക്കണ കേട്ടപ്പോൾ ടീച്ചർ അന്വേഷിച്ചു. അപ്പോഴാണ് അവനത് ഓർമ്മ വന്നത്. അവൻ പറഞ്ഞ്, ഞാൻ നിർമ്മിച്ച ഒരു ക്ലോക്കാണ്. ടീച്ചർ മറ്റേ മക്കളൊക്കെ അവിടുന്ന് മാറ്റി നിർത്തി, കാരണം പേര് അഹമ്മദ് ആകുന്നു. ടീച്ചർ ഉടനെ മെസ്സേജ് കൊടുത്തു. 5 മിനിറ്റ് ആയപ്പോഴേക്ക് ആ സ്കൂളിന് ചുറ്റുപുറവും സുരക്ഷാ സേന വളഞ്ഞു, ആംബുലൻസുകളെത്തി, ഫയർഫോഴ്സിൻ്റെ നിരവധി വണ്ടികൾ വന്നു. ആ സ്കൂളിൻ്റെ മുകളിലൂടെ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററുകൾ ചുറ്റിക്കളിച്ചുകൊണ്ടിരുന്നു. എന്താ സംഭവം? ഒരു സാധു കുട്ടി നിർമ്മിച്ച ക്ലോക്ക്. എന്താ ടീച്ചർ ഇவ்விധം സജീവമായത്? ആ കുട്ടിയുടെ പേര് അഹമ്മദ് ആയിരുന്നു. ഇസ്ലാം ഫോബിയ. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാരകമായ ഡേഞ്ചറസ് ഒരു സാധനമെന്ന് സമൂഹത്തെ അവർ പഠിപ്പിച്ചു. അത് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പതിയെ പതിയെ വരുന്നുണ്ട്. യൂറോപ്പിലൊക്കെ കുറച്ച് കൂടുതലാണ്. ഇസ്ലാം ഫോബിയ എന്നറിയുന്ന സംഭവം വളരെ മാരകമായി ഇവർ സൃഷ്ടിച്ചെടുത്ത ഇസ്ലാം വിരുദ്ധമായ ഒരു മൂവ്മെൻ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിലുള്ള ആളുകളെ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധതയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇസ്ലാമിലുള്ള ആളുകളെ, മക്കളെ വരൂ ഇവിടെ സീറ്റ്, കമോൺ. ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ വരൂ. ഇസ്ലാമിലുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഇസ്ലാമിനോട് വിരക്തി ഉണ്ടാക്കുക. ഇതിൻ്റെ ഭാഗമാണ് ഒരു ജനറൽ ഇസ്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ജനറൽ ഇസ്ലാം, അവർ ഇസ്ലാമിൻ്റെ ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ അവരുടെ ലോകത്ത് അവരെന്നെയാണ് ദൈവം, അവരെന്നെയാണ് റസൂൽ. ഇപ്പം 5 വക്ത് നിസ്കരിക്കും, പക്ഷെ ഉറങ്ങണതിൻ്റെ മുമ്പ് ഇത്തിരി ഡ്രിങ്ക് ചെയ്യും. ഒരു മമ്മൂട്ടി ശൈലിയിലുള്ള ഇസ്ലാം. അയാൾ 5 വക്തും ഒരിക്കലും കളാക്കാതെ നിസ്കരിക്കും. പക്ഷേ പിന്നെ മൂപ്പരിങ്ങനെ ഇതിൻ്റെ കൂടെ നടക്കും. അത് പ്രൊഫഷനാണ്. ഇത്തിരി ടൈം കിട്ടി അപ്പം ഖുർആൻ ഓതുകയല്ല, ടാബ് തുറന്നിട്ട് ഖുർആൻ ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടിരിക്കും. ഒരു MA കമ്മീഷനിലും അയാളെ പറ്റി ഒരു അക്ഷരം എഴുതൂല. കാരണം വാതിൽ മുട്ടല്ല, വാതിലിൻ്റെ അടുത്തു കൂടി പോകില്ല മൂപ്പര്. വാതിൽ മുട്ടൽ എന്നിട്ടല്ലേ, വാതിലിൻ്റെ അടുത്തു കൂടി മൂപ്പര് പോവില്ല. മൂപ്പരുടെ ലോകം, അഭിനയം, പ്രൊഫഷൻ. ഇതതിൻ്റെ ഒരു വലിയ ഉപദ്രവമില്ലാത്തൊരു വെർഷനാണ്. മതം എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ടല്ലോ പലയിടങ്ങളിൽ. ഓർക്കുന്നൊരു ഇബാറത്ത് അവിടുത്തെ ബിദായത്തുൽ ഹിദായയുടെ 2ാം സെക്ഷൻ തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യം എന്ന്. അവിടെ തോറ്റുക കുറേ ആളുകൾ. വേറൊരു സംഭവമാണ് ഇസ്ലാമൊക്കെ തന്നെ. പക്ഷെ എന്തിപ്പോൾ ഇതൊക്കെ, അതിലൊക്കെ ഇപ്പം എന്താ കാര്യമുള്ളത് എന്നുള്ളൊരു ചിന്ത. ഓ മുസ്ലിമാണാനും ഇസ്ലാമാവുന്നതിനും അവന് എതിർപ്പൊന്നുമില്ല. പക്ഷേ എന്തിനാപ്പോൾ ഇതൊക്കെ? ഓരോന്നിനെയും സംശയത്തോടു കൂടെ വീക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു 6-ാം നൂറ്റാണ്ടിന് പറ്റിയൊരു നിയമം. അതൊക്കെ ഇപ്പോൾ എങ്ങനെ ലോകവ്യാപകമാവുക അല്ലേ? വികസിച്ചുകൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ലോകം, മാറാതെ ഉറച്ചു നിൽക്കുന്ന മതം, ഇതെങ്ങനെ ഒത്തുപോകുക എന്നാണ് ചോദ്യം. മാറാതെ ഉറച്ചു നിൽക്കുന്ന മതം. നമ്മളൊക്കെ പലപ്പോഴും ഫിഖ്ഹിൻ്റെ മഖാസിദുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. അതിനപ്പുറം ഒരു പ്രശ്നങ്ങളും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഈ ധാർമ്മികത, മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് സബ്ജക്റ്റീവാണോ ഒബ്ജക്റ്റീവാണോ എന്നുള്ളൊരു ചർച്ചയൊക്കെ അല്ലേ? ഒബ്ജക്റ്റീവാണെന്നാണ് നമ്മൾ പറയണത്. അത് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിൻ്റെ അപ്പുറത്തേക്കൊരു സംഗതിയും വരില്ല. അപ്പോൾ അവരിങ്ങനെ നിഷ്കാലാക്കിക്കൊണ്ടിരിക്കും, സംശയിപ്പിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് എങ്ങനെയപ്പോൾ അന്ന് തീരുമാനിച്ച മൊറാലിറ്റി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്? നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് കുറച്ചൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. നമുക്ക്
കൊല്ലൽ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നുണ്ട് അല്ലേ? ഇല്ലേ? ഇനി ആധുനിക കാലത്തൊരു കൊല്ലൽ വന്നു. എങ്ങനെ? ഒരു ലേസർ ഗണ്ണ് ഉപയോഗിച്ചിട്ട് കൊന്നു. ലേസർ ഒന്നും റസൂലിൻ്റെ കാലത്തില്ല, പിന്നെ എങ്ങനെ അത് പ്രായോഗികമാകുമെന്ന് ചോദിക്കാൻ പറ്റുമോ? കൊല്ലാൻ പാടില്ല എന്നുള്ളതിൽ അത് മൊത്തം വരും. മനസ്സിലാകുന്നുണ്ടോ? കൊല്ലാൻ പാടില്ല തീരുമാനിച്ചാൽ അത് ലേസർ കൊണ്ട് കൊല്ലാൻ പറ്റൂല, വെട്ടിക്കൊല്ലാൻ പറ്റൂല, കുത്തിക്കൊല്ലാൻ പറ്റൂല, ഒക്കെ റെഡിയല്ലേ? ഏതും അങ്ങനെയാണ്. മൊറാലിറ്റി ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, സബ്ജക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. ഇങ്ങനെ സംശയിപ്പിച്ച് കുറേ ആളുകളെ മതത്തിൻ്റെ ആ ഒരു ഊക്കിൽ നിന്ന് മാറ്റുക. അപ്പം മതമുണ്ട്, പക്ഷേ ഒരു ജാതി മതം, വലിയ പ്രാധാന്യമൊന്നുള്ള മതമല്ല. ഇതൊക്കെ ആര് തീരുമാനിക്കുന്നു? ക്യാപിറ്റലിസം തീരുമാനിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ കുറേ ആളുകൾ ഒപ്പം നിൽക്കുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം മതത്തെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുക എന്നുള്ളതാണ്. ആധുനിക കാലത്താണ് ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ പ്രബോധകന്മാരായത്. ജാതി കുരുത്തം കെട്ട കാലത്ത്, ജാതി കുരുത്തം കെട്ട കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് കപ്പക്കാടൻ കോയയും കുഞ്ഞാപ്പും ഒക്കെ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. മുദബ്ബിറുൽ ചർച്ച അല്ല കേട്ടോ ഞാൻ പറയണത്. ആ ചെങ്ങൈ മലപ്പുറത്തോടെ ഒന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്നാ പറഞ്ഞേ, ഇഷ്ടം കൊണ്ട് തൊടാൻ വേണ്ടിയിട്ട്. പിന്നെ പോലീസിനെ വിളിച്ചിട്ട് ജലപീരങ്കിയോ അല്ലെങ്കിൽ ഗ്രനേഡ് പൊട്ടിക്കാനൊന്നും പറ്റുമല്ലോ, അങ്ങനെ ഇറങ്ങാതെ പോയി. എന്താ ഇപ്പോൾ അവരെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുന്നില്ലേ? വ്യക്തിപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വാപ്പയും മോനുമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. അങ്ങനെയാണല്ലോ. എങ്ങനെയാണ് വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാവേണ്ടത്? വാപ്പാനെ കോയെന്ന് വിളിക്കണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ, വാപ്പ കുനിഞ്ഞ് നിൽക്കുമ്പോൾ ചവിട്ടി തള്ളിയിടണം എന്നുള്ളതാണ്. മൂന്നാമത്തത്, വാപ്പാൻ്റെ എല്ലാ തോന്നിയാസത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ്. കാമുകിക്ക് വേണ്ടി അവളുടെ ബർത്ത്ഡേയിൽ കേക്ക് വാങ്ങാൻ പോലും കുഞ്ഞാപ്പ് പോകണം എന്നുള്ളതാണ്. ചിരിക്കേണ്ടതല്ല ഞാൻ പറയണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഏത് കുട്ടിയും, ഒരു ദീനീ കുടുംബത്തിൽ ജീവിക്കുന്ന കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് പോലും കുഞ്ഞാപ്പ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാപ്പ ആരാവണം? അത് മതാതീതമായൊരു ദർശനമുണ്ട് വാപ്പനെ കുറിച്ച്. കൈതപ്രത്തിൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം പാടി നോക്കിയിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഒരുങ്ങുന്ന അച്ഛൻ, എന്തൊരു പ്രയോഗമാണ്. പലപ്പോഴും ഉമ്മനെയും ഭാര്യനെയൊക്കെ നല്ലോണം നോക്കും ആളുകൾ, അച്ഛനെ തീരെ പരിഗണിക്കാറില്ല. ഈ ഒരവസ്ഥ നിലനിൽക്കുമ്പോഴാണ് കുഞ്ഞാപ്പ് എന്നിട്ട് വാപ്പാനെ ചവിട്ടിക്കൂട്ടണത്. ഇത് കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെ പതിയെ മതത്തിലാണെങ്കിൽ പോലും മതവിരക്തരായി മാറുന്നു. നമ്മളും പലപ്പോഴും ഉമ്മാനോട് നല്ല ടച്ച് ഉണ്ടാവും, വേണം. മുത്തറസൂൽ 3 പ്രാവശ്യം ഉമ്മാനോട് ബന്ധം പറഞ്ഞു അല്ലേ? പിന്നെയാണ് വാപ്പാനെ പറഞ്ഞത്. വാപ്പാനെ പറയണം. വാപ്പാനോടുള്ള സ്നേഹമൊന്നും കുറക്കാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഭാര്യനെ കാണും നമ്മൾ അല്ലേ, വലിയ സൂചി. ഉമ്മനെയും കാണും നമ്മൾ ചെറിയ സൂചി. അതേ നോക്കുള്ളൂ ഏത് സമയത്തും. ഇവർ കൃത്യമായി നടക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് അടങ്ങാതെ ഓടണ മറ്റൊരു സൂചി ഉണ്ട് ഇതില്ല. അതാണ് വാപ്പ. മൂപ്പരാൾ അവിടെ നിന്നാൽ പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വാപ്പ. പക്ഷെ ഒരാളും സമയം നോക്കിയപ്പോൾ ഇതുവരെ വാപ്പാനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതാണ് പ്രശ്നം. ഈ വാപ്പാനെ ഇനിയും ശ്രദ്ധിക്കരുത് എന്നാണ് കുഞ്ഞാപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീടകങ്ങളെ കയറി മേഞ്ഞുകൊണ്ടിരിക്കുന്നു. LGBTQI+ എന്ന് പറഞ്ഞ തോന്നിയാസത്തിൻ്റെ ചിഹ്നമാണ് റെയിൻബോ കളർ. റെയിൻബോൻ്റെ ഒരു പതാകയൊക്കെ അവർ വല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ കുട്ടികളുടെ എന്തോ ഒരു സാധനമില്ല, മഴവിൽ സംഘം, അവരുടെ ചിഹ്നം മാറ്റേണ്ടി വരും തീർച്ചയായിട്ടും. കാരണം വൃത്തികേടാണ്. ഓരോ ചോപ്പ് ഒന്ന്, വെള്ള ഒന്ന്, നീല ഒന്ന്, മഞ്ഞൊന്ന്, LGBT ഓരോന്നും അത്ര ശുദ്ധമൊന്നുമല്ല. അതിലാകെ ഇൻ്റർസെക്സും അസെഷ്യലുമാണ് വലിയ കുഴപ്പമില്ലാത്തൊരു ടീം. അവരതിൽ കൂട്ടാൻ തന്നെ പറ്റൂല. ലൈംഗിക വൈകൃതമല്ല അത്. പിന്നെ ആ മാന്യന്മാരൊക്കെ കൂട്ടിയിട്ട് ഒന്നിച്ച് ഒരു മാന്യത വരുത്താൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇതിൽ ചേർക്കുന്നത്. ഈ കീറിയ നോട്ടുണ്ടല്ലോ, നല്ല നോട്ടുകളുടെ ഇടയിൽ കൊണ്ടുപോയി പെട്രോൾ പമ്പ് കൊടുക്കണം, അങ്ങനത്തെ പരിപാടിയാണത്. എന്നിട്ട് നമ്മളറിയാതെ 150 ഉറുപ്പ്യക്ക് കവർ വാങ്ങിയിട്ടൊക്കെയാണ് LGBT പതാക. എന്നിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ നടക്കുകയാണ്. ഒരു ഞെക്കണ കളിയുണ്ട് കുട്ടികൾക്ക്, കുമിളകൾ. ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പോവും,
സ്വാഭാവികമായിട്ട് അവിടെ ഞെക്കി ഇങ്ങോട്ടും വരും. അല്ലാതെ വേറൊരു ഉപകാരം അതുകൊണ്ടില്ല. അത് വരല്ല ഈ LGBTക്കാരുടെ കളർ. അതുകൊണ്ടാണ് സൗദി അറേബ്യ അത് നിരോധിച്ചത്. അതുകൊണ്ടാണ് ഖത്തർ അത് നിരോധിച്ചത്. കുട്ടികളുടെ ചെറിയ മനസ്സിൽ തന്നെ എന്ത് വരണം? ഈ LGBTയുടെ പതാക സ്ഥാപിക്കപ്പെടണം. വളരെ മാരകമായ സ്വാധീനം അവരൊക്കെ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇസ്ലാം തിരഞ്ഞെടുക്കുന്നത് എന്തിന് നമ്മൾ ആലോചിക്കേണ്ടത്. ഒറ്റവാക്കിൽ ഞാൻ പറയാം, സൂറത്ത് ആലിമ്രാൻ്റെ 19-ാമത്തെ വചനം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ ഇസ്ലാം തിരഞ്ഞെടുക്കുന്നു. സൂറത്ത് ആലിമ്രാൻ്റെ തന്നെ 85-ാമത്തെ വാക്യം നമുക്കറിയാം, ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി, അല്ലേ, ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. തൊട്ടിപ്പുറത്തുള്ള സൂറത്താണ് സൂറത്തുൻ നിസാ എന്ന 115-ാമത്തെ ആയത്തും, ഒമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല. എന്തുകൊണ്ട് ഇസ്ലാം തിരഞ്ഞെടുക്കുന്നു? അതുകൊണ്ട് തന്നെ വിസ്തരിച്ച് പറയേണ്ട അതിവിശാലമായൊരു വിഷയമാണ് നിങ്ങളെൻ്റെ മുമ്പിൽ തന്നത്. ഒരു കുപ്പിയിലിങ്ങനെ നിങ്ങൾ ആ ഹൗദല വെള്ളം മൊത്തം കയറ്റുന്ന ഒരു ധർമ്മമാണ് 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ നടത്തിയത്. ഇനിയും നമുക്ക് 1/2 സെക്കൻഡ് ബാക്കിയുണ്ട്. ഞാൻ അരക്കാണ് തുടങ്ങിയത്. ദയവരുന്ന് കാലിലേക്ക് ഇനി ഒരിത്തിരി കൂടെ ടൈം ബാക്കിയുണ്ട്. ഏതായാലും ഇത് ഒരു പരിചയപ്പെടാൻ വേണ്ടി മാത്രം കയറുന്നു മനസ്സിലാക്കുക, എന്നല്ല ഈ വിഷയത്തെ. ബാക്കിയൊക്കെ നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ച് അത് ശരി, എന്നെ പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി എല്ലാ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് മറ്റ് പുസ്തകങ്ങളൊക്കെ ആശ്രയിച്ച്, അറബിയിൽ ഇഷ്ടംപോലെ കിതാബുകളുണ്ട്, അതൊക്കെ ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മഞ്ചേരി പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു 300-400 റുപ്യ ഉണ്ടെങ്കിൽ ഇത്ര തടിച്ച പുസ്തകങ്ങളൊക്കെ അവർ പ്രിൻ്റ് എടുത്ത് തരും. കാരണം നിരന്തരമായി ഇതിൻ്റെ പുറകെ കൂടുക. എല്ലാ അർത്ഥത്തിലും സുസജ്ജരായൊരു പ്രബോധന സംഘമായി നമുക്ക് മാറാനാകണം. ആ യാത്രയിൽ നമ്മൾ നേരിടേണ്ട കുറേ ശൈത്താന്മാരുണ്ട്. അവരെല്ലാവരെയും നേരിടാനുള്ള ശക്തി, പഠനം, വിദ്യാഭ്യാസം, ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ഭാഷയാണെല്ലാം എന്നാലും തെറ്റിദ്ധരിക്കരുത്. നവും സർഫൊക്കെ നല്ലോണം പഠിക്കണം. ബാക്കിയുള്ളതൊക്കെ പഠിച്ച് നല്ല പ്രബോധകരായി മാറാൻ നിങ്ങൾ സ്വയം അധ്വാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ പ്രവർത്തകർ ഇങ്ങനെ മുൾമുനയിലാണ്. ഞാൻ ഇനിയും നീട്ടിയ പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് ഞാനങ്ങനെ നീട്ടാറില്ല. കൃത്യം സമയത്ത് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.